വിനോദേട്ടാ എന്റെ വളയൊന്ന് മാറ്റി വാങ്ങിച്ചത്. എന്തിനാണ് മാറ്റുന്നത്? അത് ഇത്തിരി വളഞ്ഞിടേ, അത് കയ്യിലോട്ട് കേറുമ്പോ വളഞ്ഞു പോവാ. അതിന് ഞാൻ നോക്കാറ്. അതല്ല, അത് കൊടുത്തിട്ട് അതേ പോലത്തെ ഒരെണ്ണം മാറ്റി വേണം. അല്ല, അതൊന്ന് വളഞ്ഞെന്നേ, അതൊന്ന് മാറ്റിയിട്ട് വേറെണ്ണം മേടിക്കും. പുതിയൊന്ന് വാങ്ങിച്ചു തരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അത് കൊടുത്തിട്ട് അതേ വെയിറ്റിൽ ഒരെണ്ണം വാങ്ങിച്ചു തന്നാ. ഇത് തന്നെ പറയുന്നത് എല്ലാ തവണ ഇത് തന്നെ പറഞ്ഞത്. ജ്വല്ലറി കേറി കഴിഞ്ഞാ പിന്നെ ആ വളം ഏതെങ്കിലും ഒരു സാധനം കണ്ടിട്ട് പറയും വല വേണ്ട പിന്നെ എടുക്കാൻ. പിന്നെ പറയാം എന്നാ പിന്നെ എടുക്കാൻ. ഇതാ മനസ്സിലായിപ്പോഴല്ലേ എനിക്ക് ഇവിടെ കിട്ടിയേ. അപ്പൊ ഇതായിരുന്നു യഥാർത്ഥത്തില്ലേ ഉള്ള സെന്റിമെന്റ് എല്ലാം വർക്കൗട്ട് ചെയ്യിച്ചത് മൊത്തം എടുപ്പിക്കും. എന്തോ മൊത്തം എടുപ്പിക്കുന്നത്? ഒരു വളയ്ക്ക് പോയ ഒരു വളയല്ലേ എടുക്കൂ, അല്ലാതെ കുട്ടിയോളം മേടിക്കുന്നതിന് 10 രൂപ എണ്ണം മേടിക്കും. ഇതുപോലെ മുത്ത് പോയെന്ന് പറഞ്ഞ കണ്ടിട്ടാണ് പോയതാ. ഒരു 14,000 മുത്തിന്റെ പൈസകൾ വാങ്ങിയത്. അത് മുത്തിനേക്കാളും വിലയാണ്. പിന്നെ സ്വർണത്തിന് വിലയില്ലേ? അതൊന്ന് മാറ്റിയിട്ട് ഇത് തന്നെ പരിപാടി എനിക്കറിയാം. അല്ല വിനോദേട്ടാ, 1 പവന്റെ വള കൊടുത്തിട്ട് 1 പവൻ മേടിച്ചാൽ മതി. ജിമിക്കിയുടെ മുത്ത് പോയി, അല്ലെങ്കിൽ മാലയുടെ കൊളുത്ത് വളഞ്ഞ്, പിന്നെ വള വളഞ്ഞ്, പിന്നെ അതൊക്കെ മാറ്റി വാങ്ങിക്കണ്ടേ? എങ്ങനത്തെ വളഞ്ഞൊക്കെ ഇടുന്നത്? ആ വളഞ്ഞത് വളഞ്ഞ വള ഞാൻ ജ്വല്ലറി കൊണ്ട് കൊടുത്തിട്ട് അത് തൂക്കിയെടുക്കും. തൂക്കിയെടുത്തിട്ട് ആ കറക്റ്റ് തൂക്കത്തിന് ഞാൻ വാങ്ങിച്ചു. ഒരു തരി ആദ്യം വാങ്ങിച്ചത്. എനിക്ക് ഇഷ്ടപ്പെടുന്നത് വേണം. പണിക്കൂലി കൂടുതലടി, പണിക്കോറവ് കൂടുതലടി